2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്ത് സ്കിന്നെ മുഴുവൻ കുഷ്ഠരോഗം പോലത്തെ ഒരു രോഗം. അത് വൈഫിനെയും കൊച്ചിനെയും ഒന്നും എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല. ഞാൻ പൊതിഞ്ഞ് പിടിച്ചേക്കുമായിരുന്നു. കാരണം അവർ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എല്ലാ ദിവസവും അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കും, അമ്മേ ആൾക്കാരുടെ മുമ്പിൽ എന്നെ വെറുക്കാൻ ഇടവരുത്തരുതേ അമ്മ മാതാവേ, അമ്മ എന്നെ ഇവിടെ എത്തിച്ചിട്ട് എന്താണ് എനിക്ക് ഈ അവസ്ഥ വരുത്തിയേക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ സങ്കടത്തോടെ പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വൈഫ് വീടിനകം തൂത്തുവാരിയപ്പോൾ അരബക്കറ്റ് സ്കിന്നാണ് കിട്ടുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചത് തന്നെ ഇങ്ങനെ കാണുന്നതെന്ന് ചോദിച്ചു. ഞാൻ കാണിച്ചു കൊടുത്തു. ഡിസംബർ സമയമായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സിനെ അവിടെ കാണാൻ ഒരു മാർഗ്ഗവും ഇല്ലാഞ്ഞു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇതെനിക്ക് ഡോക്ടറെ കണ്ടാലോ മാറുമെങ്കിൽ എനിക്ക് ഉടനെ കാണിച്ചു തരണേന്ന് പ്രാർത്ഥിച്ചു. അന്ന് തന്നെ ഓൺലൈനിൽ ഡയറക്റ്റും എനിക്ക് 2 ഡോക്ടേഴ്സിനെ കാണാൻ സാധിച്ചു. അവരെ കണ്ടു. അവരെന്നോട് പറഞ്ഞു ധാരാളം വെള്ളം കുടിക്കുക, വെയിൽ കൊള്ളിക്കുക. അത് രണ്ടും അവിടുത്തെ സാധ്യമല്ല, കാരണം കൊടും തണുപ്പാണ്. ഇത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ബാർബർ ഷോപ്പിൽ മുടി വെട്ടാൻ വേണ്ടി പോയി. മുടി വെട്ടാൻ ചെന്നപ്പോൾ അവിടുത്തെ ജോലിക്കാർ 2 കയ്യിലും ഗ്ലൗസ് ഇട്ടിട്ടാണ് എൻ്റെ തലയിൽ പിടിച്ചത്. അത് കണ്ടപ്പോൾ എൻ്റെ ചങ്കിനകം പൊട്ടി. ഞാൻ ഒരു തരത്തിൽ അവിടെ ഇരുന്ന് അത് ചെയ്യിച്ച് വീട്ടിൽ ചെന്നിട്ട് ഞാൻ മുറിക്കകത്ത് കയറി കൈ വിരിച്ച് പിടിച്ച് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. അടുത്ത മാസം മുടിവെട്ടാൻ പോകുമ്പോൾ എൻ്റെ തലയിൽ ഇത് കാണാൻ ഇടവരുത്തരുതേ അമ്മ മാതാവേ എന്ന് പറഞ്ഞു. പിറ്റേ മാസം ഞാൻ മുടിവെട്ടാൻ പോയപ്പോൾ എൻ്റെ തലയിൽ ഒന്നുമില്ല. എനിക്ക് പൂർണ്ണ സൗഖ്യം തന്ന് അമ്മ മാതാവ് അനുഗ്രഹിച്ചു.